പുനലൂരിലെ നിരത്തുകളിൽ ശനിയാഴ്ച ഉച്ചയോടെ കുട്ടിപ്പോലീസുകാർ നിരന്നു. വാഹനങ്ങൾക്ക് കൈ കാണിച്ചു. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവർ ഞെട്ടി. ചിലർ വെപ്രാളത്തിൽ തടിതപ്പി. മറ്റു ചിലർ നിർദ്ദേശം പാലിച്ച് ഓരം ചേർത്തു നിർത്തി. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് ഉപദേശം നൽകി ധരിക്കാതിരിക്കുന്നതിന്റെ കുഴപ്പങ്ങൾ വായിച്ചു മനസ്സിലാക്കാൻ നോട്ടീസും വിതരണം ചെയ്ത് വിട്ടയച്ചു. മിക്ക വാഹനങ്ങളുടെ ഡ്രൈവർമാരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അവർക്കും കിട്ടി നോട്ടീസും ഉപദേശവും. നൂറുകണക്കിന് വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് നോട്ടീസും ഉപദേശവും നൽകിയ കുട്ടി പോലീസ് 3 മണിക്കൂറോളം നഗരം കയ്യിലെടുത്തു. ശനിയാഴ്ച ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ബോധവത്കരണ ക്ലാസിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജികുമാർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സിന് ട്രാഫിക് ബോധവത്കരണം നൽകിയിരുന്നു. ഇത് പൊതുജനങ്ങളിൽ കൂടി എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റുഡൻസ് പോലീസ് ഡ്രൈവർമാർക്ക് ലഘുലേഖകൾ വിതരണം ചെയ്തത്. റോഡ് സുരക്ഷാ ബോധവത്കരണത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് കുമാർ സാർ എടുത്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡ് സുരക്ഷാ ബോധവത്കരണത്തിന്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് ബോധവത്കരണം നൽകുകയും സീറ്റ് ബെൽറ്റ് ഇടാത്തവർക്ക് ബോധവത്കരണം ചെയ്യുകയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വാഹന പരിശോധന നടത്തിയത്. ഹെൽമറ്റുള്ള യാത്രക്കാർക്ക് ഞങ്ങൾ അനുമോദനം നൽകി അവരെ കൂടുതലായിട്ട് ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചു. സിവിൽ പോലീസ് ഓഫീസർമാരായ കെ അമീൻ, സ്മിത ചന്ദ്ര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.